ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അരുൺ ലാൽ രാമചന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സുഖമാണോ സുഖമാണ് എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലായിട്ട് പോവാ. ഒരു സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സ് നിറഞ്ഞ് കാണുക, അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞിറങ്ങുക എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം കയറിയ ഓഡിയൻസിന്റെ മറ്റേ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത് വേറൊന്നല്ല, ഒരു ചെറിയൊരു കണ്ടന്റ് ആണ്. ആ കണ്ടന്റിന് വേണ്ട ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ ആ ഒരു അളവിൽ തന്നെ ഈ സിനിമയുടെ ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഓവറായിട്ട് വലിച്ചു നീട്ടാതെ തന്നെ ഒരു ചുരുക്കി അവർ പറയും, അത് നല്ലപോലെ തന്നെ നമുക്ക് വർക്കാകുകയും ചെയ്യുന്നൊരു സിനിമയാണിത്. നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി പേര് ഈ ഒറ്റപ്പെട്ട രീതിയിൽ താമസിക്കുകയും അതേപോലെ തന്നെ ജീവിതം മുൻപോട്ട് പോകുന്ന ഒട്ടനവധി പേരുണ്ടാവും. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഫാമിലി കാണത്തില്ല, ചിലപ്പോൾ ഫ്രണ്ട്സ് കാണത്തില്ല. അങ്ങനെ ഇത് മൊത്തത്തിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ മാത്രം ജീവിച്ചു പോകുന്ന കയറ്റേറപ്പെട്ട ഒട്ടനവധി പേരുണ്ടാവും. അവര് ഏതൊക്കെ രീതിയിലുള്ള മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതും എന്നൊക്കെ രീതിയിലുള്ള നമ്മള് സത്യം പറഞ്ഞ ഈ ഒരു പടം കാണുമ്പോൾ നമ്മള് ശരിക്കും ഒന്ന് ചിന്തിച്ചു പോകും. അങ്ങനത്തെ ടൈപ്പ് ഒരു എക്സ്പീരിയൻസ് തന്ന ഒരു മൂവിയാണിത്. അത് പടത്തിലെ നായകനായ മാത്യു തോമസ്, പുള്ളിയുടെ ഇതിന് മുമ്പ് ഇറങ്ങിയ പടം മൂവിയിൽ പുള്ളിയുടെ ഓവർ ആക്ടിങ് ആണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒട്ടനവധി പേര് കളിയാക്കിയും കാര്യങ്ങളൊക്കെ ചെയ്യണം കണ്ടായിരുന്നു. നേരാണ്, പുള്ളി തന്നെ ഓപ്പണായിട്ട് പറഞ്ഞ്, പുള്ളിക്കാരൻ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞ് സമ്മതിക്കുകയും ചെയ്തതാണ്. നേരാണ്, എന്റെ ഓവർ ആയിട്ട് ഇച്ചിരി ആക്ടിങ് ആയിരുന്നു എന്നൊക്കെ സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഇതിന്റെ അകത്ത് വരുമ്പോൾ ആ ക്യാരക്ടറിന് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പുള്ളി അങ്ങോട്ട് തകർത്ത് പെർഫോം ചെയ്തിരുന്നത്. പറയാനുള്ളത് പടത്തിലെ നായിക ദേവിക സഞ്ജയ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ല തന്നെ അഭിനയിച്ചിട്ട് പോയിട്ടുണ്ട്. അതായത് ഞാൻ പ്രകാശന്റെ മൂവിയിലൊക്കെ വന്ന് തകർത്ത് അഭിനയിച്ച നായികയാണ്. പക്ഷെ ഇതിലായിട്ട് വരുമ്പോൾ അത്ര രീതിയിലുള്ള സ്ക്രീൻ പ്രസൻസ് ഇതിന്റെ അകത്ത് അങ്ങനെ ഓവറായിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല തന്നെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ പറയാനുള്ള, എനിക്ക് ശരിക്കും പടം കണ്ടപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ സ്ഫടികൻ ജോർജ് ചേട്ടൻ്റെയാണ്. പക്ഷെ പുള്ളി നമ്മൾ ആ ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ പുള്ളി കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഞാൻ കണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ പുള്ളി കാണുന്നത്. നമ്മള് സ്ഫടികത്തിന്റെ അതൊക്കെ വില്ലനായിട്ടൊക്കെ വന്ന് കീരിക്കാടർ എന്നൊക്കെ പറഞ്ഞ മ്യൂസിയൊക്കെ ഉപയോഗിച്ച് വന്ന് തകർത്ത് മുഖലാന്റെ രീതിയൊക്കെ കൊണ്ടുപോണ ഒരു ക്യാരക്ടർ, ഒരു തകർപ്പം വില്ലിന്റെ റോളിലൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലാട്ട് വരുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഭയങ്കര പുള്ളിനെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം തന്നെ തോന്നുന്ന രീതിയിലുള്ള ക്യാരക്ടറാണ് ഇതിന്റെ അകത്ത് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. കിടിലായിട്ട് തന്നെ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് നോബി നമ്മുടെ കോമഡി സ്റ്റാർസിലൊക്കെ കൂടി വന്ന് മറ്റേ നോബി ചേട്ടനാണ്. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലപോലെ തന്നെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്തത്. അദ്ദേഹം സിനിമയിൽ ഇപ്പൊ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയായിട്ട് മാറി വരികയാണ്. വെച്ചാൽ ഈ അടുത്തിറങ്ങിയ ഒട്ടുമിക്ക സിനിമയിലും പുള്ളിയുടെ ക്യാരക്ടർ, പുള്ളിക്കായിട്ട് ഒരു ക്യാരക്ടർ മിക്ക സിനിമയിലും ഉണ്ട്. ആ രീതിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു വ്യക്തിയായിട്ട് വരികയാണ് ഇപ്പൊ പുള്ളിക്കാരൻ. പിന്നെ പറയാനുള്ളത് മണിക്കുട്ടൻ ആണെങ്കിൽ അത് ഉണ്ട്, പടത്തിലുണ്ട്. തുടക്കത്തിൽ കുറച്ച് കാണിക്കും, ഒരു സൈക്കോ എന്നൊക്കെ പറയാം. ഞാനത് കുറച്ചിനി കോമഡി ആയിട്ടൊക്കെ കാണിക്കും, ഫുള്ളായിട്ട് മുഴുതിലും ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ ഓർന്ന് ഇരുന്നു. പക്ഷെ അത് തുടക്കത്തിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, കുറച്ച് സീന് മാത്രമേ ഉണ്ടാകുന്നു, ഒരു സൈക്കോ പോലെ കാണുന്നു. മൊത്തത്തിൽ ഈ പടത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള കഥ, അത് ഓവറായിട്ട് വലിച്ചു നിട്ടാണ്ട് നല്ല രീതിയിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയൊരു കണക്ഷനും ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. എല്ലാവരും പോയി ഒന്ന് കണ്ടു നോക്കുക.